Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 6 തിങ്കളാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. മേഖലയിലെ അസ്വസ്ഥതകൾ കാരണം ഏപ്രിലിൽ റദ്ദാക്കിയ ബഹ്റിൻ ഗ്രാൻഡ് പ്രീ ഒക്ടോബർ 2 മുതൽ 4 വരെയുള്ള തീയതികളിൽ തിരികെ കൊണ്ടുവരാൻ ഫോർമുല 1 അധികൃതർ ശ്രമിക്കുന്നതായി ചീഫ് എക്സിക്യൂട്ടീവ് സ്റ്റെഫാനോ ഡൊമിനിക്കാലി സ്ഥിരീകരിച്ചു. ജൂലൈ 26 മുമ്പ് ഇതിൽ അന്തിമ തീരുമാനമുണ്ടാകും. നിലവിൽ 2026 ലോക ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മെഴ്സിഡീസിന്റെ കിമി അന്റോണില്ലിയാണ് മുന്നിലുള്ളത്. മാർച്ചിലെ കനത്ത ഇടിവിന് ശേഷം ബഹ്റിൻ റിയൽ എസ്റ്റേറ്റ് വിപണി ശക്തമായി തിരിച്ചുവന്നു. ഈ വർഷത്തെ ആദ്യ പകുതിയിൽ 671 ദശലക്ഷം ദിനാറിന്റെ റെക്കോർഡ് വ്യാപാരമാണ് നടന്നത്. നോർത്തേൺ ഗവർണറേറ്റിൽ ഉയർന്ന മൂല്യമുള്ള വ്യാപാരവും മൊഹറക് ഗവർണറേറ്റിൽ കൂടുതൽ ഇടപാടുകളും രേഖപ്പെടുത്തി. പാർപ്പിട മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പുതിയ പെർമിറ്റുകൾ അനുവദിച്ചത്. ബഹ്റിനിൽ ഭീകര സംഘടന രൂപീകരിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത 19 പ്രതികളുടെ വിചാരണ ഹൈക്രിമിനൽ കോടതിയിൽ ആരംഭിച്ചു. ആരാധനാലയങ്ങൾ ദുരുപയോഗം ചെയ്ത് ജനവികാരം ഇളക്കിവിടാൻ ശ്രമിച്ച പ്രതികൾ കോടതിയിൽ കുറ്റം നിഷേധിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ അറസ്റ്റിലായ 41 പേരിൽ ഉൾപ്പെട്ടവരാണ് ഇവർ. ഭിന്നശേഷിക്കാരനായ വൃദ്ധന്റെ അക്കൗണ്ടിൽ നിന്ന് 25,700 ദിനാർ തട്ടിയെടുത്ത കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇന്ത്യൻ നഴ്സ് ഇപ്പോൾ പണം വെളുപ്പിക്കൽ കേസിൽ വീണ്ടും വിചാരണ നേരിടുന്നു. തുക ഇന്ത്യയിലുള്ള ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ ജൂലൈ 28 അന്തിമ വിധി വരും. അമിതവില ഈടാക്കുകയും കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്ത മനാമയിലെ വ്യാപാര സ്ഥാപനം വ്യവസായ വാണിജ്യ മന്ത്രാലയം ഭരണപരമായി പൂട്ടിപ്പിച്ചു. ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് മൈത്രി ബഹ്റൈൻ രാജ്യത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനായി ലോയൽറ്റി പ്ലഡ്ജും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. മൈത്രി ബഹ്റൈൻ പ്രസിഡന്റ് സലീം തയ്യിൽ, ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ, വൈസ് പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാറ, ട്രഷറർ അബ്ദുൾ ബാരി എന്നിവർ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി. അൽഫുർഖാൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞയും ഒപ്പുവയ്ക്കൽ ചടങ്ങും നടന്നു. രാജ്യത്തിന്റെ ഐക്യം, സുരക്ഷ, പുരോഗതി എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി ഭരണകർത്താക്കളും സുരക്ഷാ സേനയും നടത്തുന്ന മഹത്തായ പരിശ്രമങ്ങളെ അൽഫുർഖാൻ സെന്റർ പ്രസിഡന്റ് സൈഫുള്ള ഖാസിം അഭിനന്ദിച്ചു. സെന്റർ ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരടക്കം നിരവധി പേർ ചടങ്ങുകളിൽ സംബന്ധിച്ച് ഒപ്പുകൾ രേഖപ്പെടുത്തി. SKSSF ബഹ്റൈൻ ഗലാലി ഏരിയയിൽ സംഘടിപ്പിച്ച യൂണിറ്റ് പൾസ് പരിപാടിയിൽ റഷീദ് ഫൈസി വെള്ളായിക്കോട് വെർച്വൽ അതിഥിയായി സംസാരിച്ചു. സംസ്ഥയുടെ ആദർശ പ്രചാരണത്തിന് പ്രവർത്തകർ സജീവമാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷഹീം ദാരിമി പരിപാടി ഉദ്ഘാടനം ചെയ്തു.
നീണ്ട 51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ബഹ്റിൻ കേരളീയ സമാജം മുൻ ഭരണസമിതി അംഗം AV ബാലകൃഷ്ണനും പത്നിക്കും സമാജം ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ BKS പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഉപഹാരം സമർപ്പിച്ചു. IYCC ബഹ്റിൻ സംഘടിപ്പിച്ച വിഷ്ണു മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഹിദ് ഏരിയയെ പരാജയപ്പെടുത്തി മനാമ ഏരിയ ചാമ്പ്യന്മാരായി. ഹിദ്ദിന്റെ ലിജിൻ മാത്യു ടൂർണമെന്റിലെ മികച്ച താരമായും മനാമയുടെ ജലീൽ ഫൈനലിലെ മികച്ച താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.